ആദ്യം വന്ന അമ്പലത്തിലായിരുന്നു ദർശനം നടത്തിയത്. ഞാൻ എപ്പോഴും അങ്ങനെയാ. ഇത്തവണ നിങ്ങൾ ശ്രദ്ധിച്ചത് കല്യാണത്തിന് അറിയുന്നത് നിങ്ങൾക്ക് എന്തോ ഒന്നും കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ വെച്ച് കാലിയിട്ടാണ്ടായിരുന്ന ഒരു അറ്റാച്ച്മെന്റ് കൊണ്ട് ഷെയർ ചെയ്യാമോ ആദ്യം? എനിക്ക് ഗുരുവായൂർ അമ്പലം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് എൻ്റെ ലൈഫിൽ ഭയങ്കര എന്താ പറയുക, ഇവിടെ പണ്ട് മുതലേ ചെറുപ്പം മുതലേ ഇപ്പം ഞാൻ ദുബായിക്ക് താമസം മാറുന്നതിന് മുമ്പ് ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് തൊഴുവായിരുന്നു. എനിക്ക് ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു കല്യാണമൊക്കെ ആലോചിക്കുന്നതിന് മുന്നേ ഞാൻ എപ്പോഴെങ്കിലും കല്യാണം കഴിക്കുകയാണെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിലെ കല്യാണം കഴിക്കുള്ളൂ എന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ താങ്ക്ഫുള്ളി ശ്രീജു വാസ് ഓക്കേ വിത്ത് ഇറ്റ്. അങ്ങനെ ഒരു ഇത് ലവ് മാരേജ് ആണോ അതോ അറേഞ്ച് മാരേജ് ആണോ? Arranged love. പുള്ളിക്കാരനെ ഒന്ന് പരിചയപ്പെടുത്താമോ? Yeah. What do you guys want to know about me? You introduce yourself first. My name is Riju. പിന്നെ എന്താ അറിയുന്നത്? What are you doing in Dubai? മലയാളി. നാട്ടിലെവിടെ? എടപ്പ പറക്കല. സ്ഥലം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വരും. എവിടെ വെച്ചായിരുന്നു നിങ്ങൾ ഫസ്റ്റ് മീറ്റ്? ദുബായിൽ. Then after that എങ്ങനെയാണ് ഈ ലവ് സ്റ്റാർട്ട് ആയത്? ബ്രോ കണ്ടു, സംസാരിച്ചു, ഇഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ. ശ്രീജു എന്ത് ചെയ്യുന്നു? ഞാനൊരു അക്കൗണ്ടന്റ്. മീര ഫ്യൂച്ചർ പ്ലാൻ എന്തൊക്കെയാണ് ആഫ്റ്റർ മാരേജ്? പ്ലാനൊക്കെ ആഫ്റ്റർ മാരേജ് ജീവിക്കണം ബ്രോ, സന്തോഷമായിട്ട് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് അല്ലേ. അല്ല ഉദ്ദേശം മൂവി സിനിമയിൽ സജീവമാവും. സിനിമയില് അങ്ങനെ കാര്യമായിട്ട് എന്തെങ്കിലും വന്നാ ചെയ്യും, അത്രേ ഉള്ളൂ. ഇപ്പൊ പ്രോജക്റ്റ് അല്ലോ. ഇപ്പൊ എന്റെ ഗോൾഡ് എഫ്എമ്മിലെ ജോലിയാണ് പ്രോജക്ട്. പാർട്ട്ണറിൽ കണ്ട ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എന്താ? He is exactly opposite to me. I'm ഭയങ്കര ഒരുപാട് ഇമോഷണൽ ഇതുള്ള ആളാണ് ഞാൻ. ഭയങ്കര എക്സ്ട്രീമാണ് ഇമോഷൻസിന്റെ കാര്യത്തിൽ. ശ്രീജി ഭയങ്കര കാം ആൻഡ് റിലാക്സ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ ഫോർ കമ്മിങ്. നീഡ് യുവർ ബ്ലെസ്സിങ്സ് ആൻഡ് നീഡ് യുവർ പ്രേയേഴ്സ്. ഓക്കെ, ലാസ്റ്റ് ഒരു കാര്യം കൂടെ, മീര ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരോട് എന്താണ് ഈ ഒരു അവസരത്തിൽ പറയുന്നത്? ഇത് തന്നെ ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. ഇനിയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ നല്ലൊരു ജീവിതത്തിനായിട്ട് ആശംസിക്കുക. നിങ്ങളെ കാണുമ്പോഴാണ് എനിക്കൊരു ടെൻഷൻ. ഐ എം നോട്ട് യൂസ് ടു ദിസ്. ഞാൻ ഇവിടെ ഉള്ള ആളല്ലല്ലോ, അപ്പൊ എനിക്ക് ഇതൊക്കെ ഒരു ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ്. ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു.